കണ്ടിട്ടുണ്ടോ? രണ്ട് മൂന്ന് ദിവസം മുന്നേ കേട്ടോ കവിയെ, പണ്ടേ ഈ തുരുത്തു മൊത്തം യക്ഷികളായിരുന്നു. അങ്ങനെയാണ് ഇവിടെ യക്ഷിക്കാവുന്ന പേര് വന്നത്. അതൊക്കെ മനുഷ്യന്മാർ ചുമ്മാ പറഞ്ഞ് ഇളക്കണതല്ലടാ, ഓരോരോ ഏർപ്പാടുകൾ. പെണ്ണുങ്ങളുടെ കുരല് പറിച്ച് കാവിക്കൊണ്ട് പാർത്തിക്കലായിരുന്നു ഇവിടുത്തെ ഏർപ്പാട്. പിന്നെ യക്ഷിമർദ്ദൊന്നും ഇവിടെ ഇപ്പം ഇല്ല. ഉവ്വേ, കഥയത്തിന് പറ്റിക്കൂടി നിൽക്കണമല്ലേ ഇവിടെ. ഒക്കെ ഈ ചെറോണയ്ക്ക് മനസ്സിലാകും. ആകെ ഉറുമ്പായല്ലോ. ചേട്ടാ, എൻ്റെ കൂടെ അവിടെ വരെ ഒന്ന് വരുമോ? നീ വെപ്രാളപ്പെടാതെ കാര്യം പറയടാ. എൻ്റെ ഒപ്പം കാമിന്തിരുന്ന മൈഥിലി ഒരുത്തൻ പിടിച്ചോണ്ട് പോയി. പിടിച്ചോണ്ട് പോയെന്നോ? നീ എവിടുന്നാ? ഞാൻ കുറച്ച് വടക്കുന്നാ. ഞങ്ങൾ മിണ്ടി പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരുത്തൻ വന്ന് ശല്യത്തിന് വന്നത്. എന്നിട്ട് വഴക്കായി. ബോധം വന്നപ്പോൾ മൈഥിലി കൂടെ ഇല്ല. കവി ഇവൻ പറഞ്ഞു വെച്ചാൽ യക്ഷിക്കാനടുത്തായിരിക്കും. ആണോ? ആ കായൽത്തീരത്തിന് അതിലെ ചടയെന്നങ്ങ് എത്താം. അതുവഴി പോകാൻ പറ്റുമോ? വേഗം വാ, വേഗം വാ. ആ പെണ്ണ് അവിടെ തന്നെ കാണും. അവൻ ഒറ്റക്കായിരുന്നോ? ഡാ, നിനക്ക് കണ്ടാ അറിയാവോ? മൈഥിലി, ഇവിടെ തന്നെയാണോ നിങ്ങൾ വന്നത്? ഇങ്ങോട്ടൊന്നും ആരും വന്ന ലക്ഷണമൊന്നും കാണുന്നില്ലടാ. നീ എല്ലായിടത്തും നോക്കിയോ? നോക്കി ചേട്ടാ, വഴി തെറ്റുന്നു. പതിവുകാർക്ക് പോലും വഴിതെറ്റുന്ന സ്ഥലമാണ് യക്ഷിക്കാവും പരിസരവും. എന്നതാണോ ഈ നീയുമോ ചെറുക്കനെ പേടിപ്പിക്കാതെ? നിങ്ങൾ ഇവിടെ വരെ ഒരുമിച്ചുണ്ടായിരുന്നു? അതെ, പിന്നെ അവർ ഇതുവഴി പോവുകയായിരുന്നു. ഞാൻ തെക്കോട്ടു. ഈ കാവും കായലും ഇവിടെ വരുന്നവരെ ഒക്കെ മോഹിച്ചിട്ടുണ്ടാവും നിന്റെ പെണ്ണിനെ. എൻ്റെ ദൈവമേ, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എവിടൊക്കെ തെരഞ്ഞു. ഇതൊരു വല്ലാത്ത സ്ഥലമാണ്. ഞാൻ എൻ്റെ നോവലിലെ കഥാപാത്രങ്ങളെ തേടി വന്നതാ. പിന്നീട് ഒരു തിരിച്ചുപോക്കുണ്ടായിട്ടില്ല. എൻ്റെ പൊന്നെ, നിന്നെ ഞാൻ എവിടൊക്കെ നോക്കി, അലയാത്ത സ്ഥലങ്ങളില്ല. എന്തേലും പറ്റിപ്പോകുന്നായിരുന്നു എൻ്റെ പേടി. നീ ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ. ഒന്ന് ശല്യപ്പെടുത്താതെ പോ. നീ ആരോട് ഈ സംസാരിക്കണേ? അവൻ്റെ ഒരു മൈഥിലി ഓരോരോ ചുറ്റിക്കളിയായിട്ട് ഇറങ്ങിക്കൊള്ളു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ. നിന്റെ മൈഥിലി ആര് കൊണ്ടായിരുന്നു? മൈഥിലി ഇവിടെ ഇരിക്കുന്ന കാണത്തില്ല. ഇവിടെ ആരിരുന്നിട്ടാടാ? അവള് നിന്നെ ഇട്ടിട്ട് പോയിട്ടുണ്ടോ?
കൂട്ടുകാരൻ ഇനി തിരയണ്ട. അവന്റെ ഒറ്റപ്പള്ളികളിൽ അവന് തോന്നുന്ന മിഥ്യാബോധമാണ് മൈഥിലി. അവൻ വീണ്ടും അവന്റെ മൈഥിലിയെ തിരഞ്ഞുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ടാവും.